ഹലോ, നമുക്കിന്ന് കുറച്ച് ചിക്കൻ കറി വെച്ചാലോ? അതും തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട്. അതായത് എപ്പോഴും പറയും പോലെ തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് കറക്റ്റായി വെക്കാനൊന്നും അറിയില്ല, എങ്കിലും എനിക്ക് അറിയുമ്പോൾ ഞാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ അവിടെ 1 കിലോ ചിക്കനാണ്. ഇത് 1 കിലോ ആയിട്ട് വാങ്ങിയത് തന്നെയാണ്. അതിൽ ചിക്കൻ്റെ അത് കുറച്ച് പീസുകൾ, പിന്നെ 2 ലെഗ്, പിന്നെ കുറച്ച് ലിവറുകൾ, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ നല്ലതായിട്ട് തന്നെ തന്നു, 200 രൂപയ്ക്ക് തന്നേ. അപ്പം ഞാനത് വറുത്തരച്ചൊന്ന് കറി വെക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ വറുത്തരച്ച് കറി വെക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തുള്ള അടുപ്പുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂട്ടത്തിൽ ഒരു 2 കുഞ്ഞു ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇത്രയും ഉരുളക്കിഴങ്ങ് മാത്രമേ ഞാനൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. അതായത് ആദ്യം കുറച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2-3 പീസും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിക്ക് ഉരുളക്കിഴങ്ങ് ഇടണേ ഉള്ളൂ. അപ്പം ഇനി അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അടുപ്പ്. അതിൽ വേഗം കത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചപ്പൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇരുന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൂള്, അപ്പോൾ അതവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ പിടിപ്പിക്കട്ടെ. ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഓലയ്ക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, തീ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ കുറച്ച് ഓലക്കൊടി ഉണ്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. തീ കത്തി പിടിച്ചു. അപ്പോൾ അത് ഒരു അതിനെന്താ പറയുക, തെങ്ങിൻ്റെ പട്ട വെച്ച് കൊടുത്തു. പിന്നെ രാവിലെ ചോറ് വെച്ചതിൻ്റെ ബാക്കി വിറകുണ്ടായിരുന്നു, ഒരു പട്ടിക കഷ്ണം. ഇതാണെങ്കിൽ വേഗം തീ പിടിച്ചാൽ നല്ലോ കത്തും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി കത്തിക്കോളൂ. എന്തായാലും വേനൽക്കാലമായതും കൊണ്ട് ഉണങ്ങി തരിച്ച് കിടക്കണല്ലേ, നനവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വേഗം കത്തിക്കോളും. ഈ അടുപ്പിൻ്റെ ഒരു എന്താ പറയുക, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിറക് ഇങ്ങനെ വെക്കാൻ കഴിയില്ല. അതിങ്ങനെ ഇത്തിരി നീളമുള്ള വിറകാണെങ്കിൽ ഉരുണ്ട് ചാടും കേട്ടോ. അതുമാത്രമാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്, ചൂടാവാൻ. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുകയാണേ. കുറച്ച് മതി തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നാളികേരം, കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകുമാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ചേർക്കണില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം നമുക്ക്. തനിയെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഈ പ്ലേറ്റ് ഇങ്ങനെ തുടച്ച് ചട്ടിക്ക് വടിച്ചിരുന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കൈ 2 വേണ്ടേ, 2 അല്ലേ ഉള്ളൂ, 2 വേണ്ടേന്, 2 കൈ ഉണ്ട്, 2 അല്ലേ ഉള്ളൂ എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറ്റുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, അടി കരിയിപ്പോൾ. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. കുറച്ചൊരു ബ്രൗൺ നിറാവണ വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. കുറഞ്ഞ തീയെ ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. കത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓലയിട്ടപ്പോൾ അത് കുറച്ച് കൂടുതൽ തീയായിപ്പോയത് നേരത്തെ. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പലകയാണ്, ഒരു സ്റ്റൂള് കാണിച്ചില്ല, അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. അതേ നമ്മുടെ അടുപ്പിൽ ഇത് വെന്തോണ്ടിരിക്കണു, അല്ല വറുത്തോണ്ടിരിക്കണു. നാളികേരം ഏകദേശം ചുവന്ന കളറായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ചട്ടിയിൽ നിന്ന്. ആ വെളുത്തുള്ളി, ഉള്ളിയും തേങ്ങയും പിന്നെ മുളകും ഒക്കെ കൂടി വറന്നിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ പൊടികൾ ചേർത്തി കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയും പിന്നെ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിയതാണ് കേട്ടോ ഈ പൊടികൾ. അപ്പം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമണമൊക്കെ മാറുന്ന വരെ, ഒന്ന് വറവാവണ വരെ കുറച്ച് നേരം ഇളക്കേണ്ടി വരും. ഈ അടുപ്പിൻ്റെ ചൂടിലിരുന്ന് ഇങ്ങനെ ഇളക്കണതൊന്നും അത്ര എളുപ്പമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നല്ല ചൂടുണ്ട്, ഞാൻ വിയർത്തൊഴുകണമുണ്ട്. അതായത് അങ്ങനെയുണ്ട് വിയർത്ത് കുളിക്കുന്നതല്ല ഉദ്ദേശിച്ചത്, ഭയങ്കര ചൂട്. എന്നാലും അടുപ്പിലുണ്ടാക്കുന്ന കറികൾക്ക് കുറച്ച് രുചി കൂടുതലല്ലേ. പിന്നെ ഗ്യാസും ലാഭം, ഗ്യാസ് കുറച്ചൊന്നുമല്ല കേട്ടോ, നല്ലോണം ലാഭമാണ്. ഇതൊക്കെ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ എത്രങ്ങാനും ഗ്യാസ് ചിലവാകുമെന്നറിയോ. അപ്പോൾ നമ്മൾ ഇതും വെച്ച് ഈ അടുപ്പും വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഗ്യാസ് ലാഭമുണ്ട് കേട്ടോ. പൊടികളുടെ വറവും ആയിട്ടുണ്ട്, നല്ല അടിപൊളി മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിനും നമ്മളങ്ങനെ ഇത്രയും നേരം മെനക്കെട്ട് കറി വെക്കാൻ നിൽക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മണങ്ങൾക്കൊക്കെ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി, വായിൽ വെള്ളം ഊർന്ന മണം.
ചട്ടി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം അത് അരച്ചെടുക്കണം. നല്ലോണം ആറട്ടെ. ഇപ്പം മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാനുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. മൺചട്ടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് നല്ല കനമുള്ള ചട്ടിയാണ്, അതുകൊണ്ട് നല്ല 2 വിറകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ കുഞ്ഞു കുഞ്ഞു വിറക് വെച്ചാണ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് പറ്റില്ല, അത് ചൂടായൊക്കെ വരണമെങ്കിൽ ഇത്തിരി പാടല്ലേ. ഇതൊക്കെ കഴുകിയ ചട്ടിയാണ്ട്, അതൊക്കെ അതിൻ്റെ എന്തൊക്കെയോ കളറാണ്, വേറെ ഒന്നുമല്ല. ചട്ടി ഏതോ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാ. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നായി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ ഇടുന്നത് അവസാനമാണ്. അപ്പോൾ അത് ഞാൻ സവാള ചേർത്തി കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ 2 കോഴികളുണ്ടല്ലോ, അച്ചൂട്ടിയിട്ടാണ് ഞാൻ പറയില്ലേ വികൃതി കൊത്തന്മാരാണ്. ഇതാ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞിട്ട് പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്നും പറഞ്ഞിട്ട് ഇതാ എൻ്റെ ചുറ്റും നിന്നുകൊണ്ടിരിക്കുകയാണേ. പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ നോക്കിയാൽ പോരാ, എനിക്ക് വീഡിയോ എടുക്കണം, കറി വെക്കണം, എന്തെല്ലാം പണി ഉണ്ടെന്നറിയാം. പൊയ്ക്കോ, മര്യാദയ്ക്ക് പൊയ്ക്കോ. ഈ പെണ്ണിനാണ് സാമർത്ഥ്യം കൂടുതൽ, അത് പിന്നെയും പാവാട്ടോ. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ചട്ടി അടിയിൽ പിടിക്കാൻ തുടങ്ങി. നമുക്ക് ആ ചിക്കൻ ഉരുളക്കിഴങ്ങും കൂടി വെച്ചില്ലേ, നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് ഇതിക്കൊന്ന് കൊട്ടി കൊടുക്കാൻ. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഒക്കെ ഒന്ന് കൊട്ടി കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, പാകത്തിന്. പിന്നെ പോരെങ്കിൽ പിന്നെ ഇടാം. അപ്പോൾ ഏകദേശം ഇതും വഴന്നൊക്കെ വന്നു. വേഗം പോയിട്ട് ഈ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് വരട്ടെ, ഓടി വരാം കേട്ടോ. അങ്ങനെ തേങ്ങ അരപ്പെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് ഒഴിച്ച് കൊടുക്കുക. കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ശരിയാക്കി എടുക്കട്ടെ. ഇങ്ങനെ കട്ടിയായി വന്ന ഉടനെ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഒന്ന് ഇളക്കി നോക്കട്ടെ കറക്റ്റ് ആയോ എന്ന്. ഒന്ന് ഇളക്കി വിട്ടപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഇനി ഒരു പൊടിക്കും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് നോക്കട്ടെ, വെള്ളം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അടയ്ക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. മറന്നതല്ല, അവസാനം തന്നെയാണ് ഇടേണ്ടത്. ഇപ്പം അടയ്ക്കുന്നതിൻ്റെ മുന്നേ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ 2ാം പ്രാവശ്യം എടുത്തിടുന്നതാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരട്ടെ അടയ്ക്കാൻ. ഈ കറി വെക്കാൻ തന്നെ തേങ്ങ ചെറിയ പ്ലേറ്റാണ് ഇത് കേട്ടോ. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ പ്ലേറ്റ്. ഇതുകൊണ്ട് അടച്ചാൽ ഇത് ഒരു വട്ടം മൂടുള്ളൂ. അപ്പോൾ ഇനി അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. ഇതിലിപ്പോൾ ഞാൻ ചേർക്കാൻ വിട്ടിട്ടുള്ള സാധനം കറിവേപ്പിലയാണ്. കറിവേപ്പില ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ അതിൽ ചേർക്കണമായിരുന്നു. അതല്ല എന്ന് പറഞ്ഞാൽ അരപ്പ് തയ്യാറാക്കിയില്ല, നമ്മൾ അപ്പം ചേർക്കണമായിരുന്നു കേട്ടോ. ആ സാധനം ഇവിടെ ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തിയിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവുമായിരുന്നു. ഇപ്പം അതില്ലാതെയാണ് ഞാൻ കറി വെക്കുന്നത്. നമ്മുടെ കറി അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം അരമണിക്കൂറായി തുടങ്ങി. ഇപ്പോൾ ഇതാ പുറത്തേക്ക് പുകയും മണവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയായിന്ന്. ആഹാ, വെള്ളം ഒഴിക്കാടിന്ന് നന്നായി. നമുക്ക് അടിപൊളി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടോ, അടിപൊളി കറിയായിട്ടുണ്ടല്ലോ. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അടുപ്പിൻ്റെ ഗുണം. ഗ്യാസാണെങ്കിൽ ഇപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി ഞാനും വെച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയറിൽ
ഫോൺ കമിഴ്ത്തി വെച്ച് ഇങ്ങനെ കുത്തനെ വെച്ചിരിക്കുകയാണ്. ശരിക്കും വയ്ക്കാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല, അപ്പം അങ്ങനെ വെച്ചതാ. അടിപൊളി. അങ്ങനെ ഞാനും വെച്ചു. തേങ്ങ വെച്ച് വറുത്തരച്ച ചിക്കൻ കറി ഇട്ടാ അടിപൊളിയായിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഉണ്ടാൻ വേണ്ടി നേരെ ആവണുള്ളൂ. 5:30 ആയിട്ടുള്ളൂ നേരം, വൈകുന്നേരം. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.